ഹായ്, ഞാൻ ഡോക്ടർ ധന്യകൃഷ്ണൻ, കൺസൾട്ടൻറ്റ് പെരിഡോണ്ടിസ്റ്റ്. വെൽക്കം ടു സ്മൈൽ മാറ്റേഴ്സ്. പല്ല് പുളിപ്പിൻ്റെ എൻ്റെ വീഡിയോയുടെ താഴെ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു. ഏത് പേസ്റ്റാണ് പുളിപ്പിന് ഏറ്റവും നല്ലതെന്ന്. അതുപോലെ ഞങ്ങളുടെ ക്ലിനിക്ക് വരുന്ന എല്ലാവരും ഡൗട്ട് ചോദിക്കും, ഡോക്ടർ ഒത്തിരി പേസ്റ്റ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ, പല്ല് പുളിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഏത് പേസ്റ്റ് ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പല്ല് പുളിപ്പ് വന്നതെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ കുറേ പല്ലിന് നമുക്ക് പുളിപ്പുണ്ട്, ജസ്റ്റ് നമുക്ക് അടയ്ക്കാനായിട്ടൊന്നും ഇല്ല, പുളിപ്പ് മാത്രമേ ഉള്ളൂ, ചെറിയ പുളിപ്പേ ഉള്ളൂ. തണുപ്പ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ, കോൾഡ് ഫുഡ്സ് കഴിക്കുമ്പോൾ പുളിപ്പ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെൻറ്റിസ്റ്റ് ഏതാണോ ഒരു നല്ല ടൂത്ത് പേസ്റ്റ്, സെൻസിറ്റീവിൻ്റെ ഒരു പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അത് നമ്മൾ കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കുറയുന്നില്ല, ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പോയി നോക്കണം പല്ലിന് തേയ്മാനം ഉണ്ടോ അത്. ചിലപ്പോൾ ഒരു പല്ലിൻ്റെ പോട് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ ഏരിയയിൽ മൊത്തം പുളിപ്പ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ക്യാവിറ്റി നമ്മൾ അടയ്ക്കുകയാണ് അതിന് മെയിനായിട്ട് വേണ്ട. അപ്പം വേദനയോ ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, RCT പോലത്തെ ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും. അല്ലാതെ നമ്മൾ പേസ്റ്റ് ഉപയോഗിച്ചാൽ പൂർണ്ണമായും ഈ പോടിൻ്റെ പുളിപ്പ് നമുക്ക് മാറത്തില്ല. അതുപോലെ ചിലർക്ക് പല്ലിന് തേയ്മാനം വരും, ചിലർക്ക് മൊത്തം ഒരു ബാക്ക് സൈഡിലോട്ടുള്ള എല്ലാ പല്ലിനും തേയ്മാനം കാണും. അത് അവർ അറിയണമെന്നുമില്ല. അങ്ങനെ ഒത്തിരി പേര് വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഭയങ്കര സിവിയർ പുളിപ്പായിട്ട് തന്നെ വരും. അപ്പോൾ നമ്മൾ പേസ്റ്റ് മാത്രം റെക്കമെൻഡ് ചെയ്തത് കൊണ്ട് ഈ പുളിപ്പ് മാറണമെന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പല്ല് അടയ്ക്കുകയും കൂടെ വേണം. ഈ തേയ്മാനം വന്ന പല്ല് ഇച്ചിരി ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ തേയ്മാനം അടയ്ക്കണം. അതിനുശേഷം നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാത്തത്, ജസ്റ്റ് പേസ്റ്റിൽ മാത്രം പോകുന്ന ചെറിയ പുളിപ്പുകളാണെങ്കിൽ നമുക്ക് പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ പേസ്റ്റ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ അതിനങ്ങ് പോയിക്കോളും. അല്ലാതെ എപ്പോഴും പേസ്റ്റിൽ എല്ലാം തന്നെ പോകണമെന്നില്ല. അതുപോലെ നല്ല തേയ്മാനം വന്നു, നമ്മൾ റൂട്ട് കനാലൊക്കെ ചെയ്ത് നമുക്ക് കട്ടിയുള്ള ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ക്യാപ്പ് ചെയ്തും കൂടെ സേവ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് എത്രത്തോളം നമ്മുടെ പല്ലിന് പ്രശ്നം വന്നു എന്നുള്ളതനുസരിച്ചിരിക്കും നമ്മൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.